ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തദ്രീബു തിലാവ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ തദ്രീബു തിലാവ, അതിലെ അദ്ദറസു റാബിയ അഷ്റ, 14ാമത്തെ പാഠം. എന്താണ് ഇവിടെ? ഫ്ലവർ ഇല്ലേ? ഫ്ലവറിന് അറബിയിൽ എന്താ പറയുക? സഹ്റ. സഹ്റ ഫ്ലവർ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം സായ്. എന്താണ്? സായ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ റാ പഠിച്ചിരുന്നു. റാഇൻ്റെ മുകളിൽ ഒരു പുള്ളി വന്ന സായ്. ഉച്ചാരണം മനസ്സിലാക്കുക. സായ് സായ് സായ്. ഫതഹ് വന്ന സ. അപ്പോൾ മനസ്സിലാക്കുക. നമുക്ക് താഴെയുള്ള പദങ്ങൾ മനസ്സിലാക്കാം. സബദുൻ, സബദുൻ, സബദുൻ. സുജാജുൻ, സുജാജുൻ. സിബ്റുൻ, സിബ്റുൻ. ഹിസ്ബുൻ, ഹിസ്ബുൻ, ഹിസ്ബുൻ. അപ്പോൾ റാ പോലെ തന്നെ സായിനോട് ഒരു അക്ഷരവും ചേർത്ത് എഴുതൂല. സായിൻ്റെ ശേഷം ഒരു അക്ഷരവും അതിനോട് ചേർത്ത് എഴുതൂല. സായ്ക്ക് മുമ്പ് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം. നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങൾ ഹ, മീമ്, അങ്ങനെ ബാ, താ, അങ്ങനെയൊക്കെ അക്ഷരങ്ങൾ നമുക്ക് സായിക്ക് മുമ്പ് ചേർത്ത് എഴുതാം. സായിൻ്റെ ശേഷമാണ് ഒരക്ഷരവും ചേർത്ത് എഴുതാൻ പറ്റുന്നത്. സായി, വാവ്, അങ്ങനെ റാ, അങ്ങനെയുള്ള അക്ഷരങ്ങൾ മനസ്സിലാക്കുക. സ, സു, സി, സുൻ. സ, സു, സി, സുൻ. ജുസ്ഉൻ, ജുസ്ഉൻ, ജുസ്ഉൻ. സൻ, ഫതഹ തൻവീൻ. സായിക്ക് ഫതഹ തൻവീൻ, സൻ. സുൻ. അപ്പോൾ ഫതഹ തൻവീൻ വരുമ്പോൾ നമ്മൾ ഒരു അലിഫ് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് തജ്വീദ് നിയമം പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സൻ, സുൻ, സിൻ. സാ, ഫതഹയെ നീട്ടാൻ അലിഫ്. സാ. സൂ, ലമ്മയെ നീട്ടാൻ വാവ്. സീ, സീ. മനസ്സിലാക്കുക. നെക്സ്റ്റ് ജസാഉൻ. സാ നീട്ടുന്നു. ജസാഉൻ. ജസൂറുൻ, ജസൂറുൻ. ജസീബുൻ. ഹസീ, ഹ, ഹസീബുൻ, ഹസീബുൻ. സീ നീട്ടുന്നു. സാ, സൂ, സീ. അപ്പോൾ ഇതിലൊക്കെ വന്ന റെഡ് കളറിലുള്ള അക്ഷരങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിതിൽ പഠിക്കുന്ന അക്ഷരം സായ്. സായിൻ്റെ എഴുത്ത് രീതി മനസ്സിലാക്കുക. റാ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ സായും മുകളിൽ കുത്തിടണം, ഡോട്ട് ഇടണം. അപ്പോൾ മനസ്സിലാക്കുക സായ്. അടുത്തത് നമുക്ക് നക്ര വായിക്കാം. അപ്പോൾ സായ് വന്ന വേർഡ്സുകളാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ വായിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ഇട്ട് തരും. എക്സാം പോലൊരു വർക്കാണ് ഇവിടെ വരുന്നത്. അപ്പം മനസ്സിലാക്കാം. അപ്പോൾ അക്ഷരങ്ങൾ ചേർത്ത് നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങളാണ് ഇതൊക്കെ. ജ, സ, റ, ജസറ. ഹു, സി, ബ, ഹുസിബ. ജു, സു, റുൻ, ജുസുറുൻ. ജു, സ്, ഉൻ, ജുസ്ഉൻ. ഇസാറുൻ, ഇസാറുൻ. ബുസൂറുൻ, ബുസൂറുൻ, ബുസൂറുൻ. തസീദു, തസീദു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വായിക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയും ആയിട്ടും അറബി അക്ഷരങ്ങളും കൂട്ടി വായനയും ഒന്നും വായിക്കാൻ കഴിയാത്തവർക്ക് 2 മാസത്തെ ബേസ് ക്ലാസ്സിൻ്റെ ട്യൂഷൻ നൽകിയാൽ അവർക്ക് അറബി അക്ഷരങ്ങൾ മുഴുവനായിട്ടും അത് നീട്ടുന്നതിൻ്റെയും തൻവീൻ വരുന്നതും എല്ലാ ഉച്ചാരണങ്ങളും ഇതുപോലെ അക്ഷരങ്ങൾ ചേർത്ത് വരുമ്പോൾ 3 അക്ഷരങ്ങളൊക്കെ ചേർത്ത് വരുന്നതൊക്കെ കൂട്ടി വായന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി.
82 89 89 29 85. അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ അവർക്ക് 2 മാസത്തെ ക്ലാസ് കൊണ്ട് ബേസ് ക്ലാസ് കംപ്ലീറ്റ് ആക്കി അവർക്ക് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഇതുപോലെ കൂട്ടി വായനകളും 3 അക്ഷരങ്ങളൊക്കെ വരുന്ന വേർഡ്സുകൾ കൂട്ടി വായനയും പഠിപ്പിക്കുന്നതാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഇനി അടുത്ത വർക്ക് എന്താ വരുന്നത്? സായ്, ഖുർആനിൽ സായ് വന്നതിൻ്റെ ആയത്താണ് ഇവിടെ തന്നത്. അപ്പം അത് നോക്കിയിട്ട് സായ് മനസ്സിലാക്കാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അപ്പം ഇതിൽ എത്ര സായികൾ വന്നിട്ടുണ്ട്? സുൽസില, സുൽസില. അപ്പോൾ ഇവിടെ 2 സായികൾ വന്നിട്ടുണ്ട്. മനസ്സിലാക്കാം, അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഇവിടെ റ ആണ്, റ. പിന്നെ സിൽസ 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സാമിന് തരാം ഇതിൽ എത്ര സായ് ഉണ്ട്, സായ് എത്ര സായ് ഉണ്ട് എന്ന് നമുക്ക് ടിക്ക് ചെയ്യാൻ ഓപ്ഷനുകളും തരാം. 5 4 3. അപ്പോൾ ഇവിടെ റാവു നമ്മൾ സായി ആയിട്ട് എണ്ണിയാൽ 5 എണ്ണം കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സായി പുള്ളി ഉള്ളതാണ് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അത് എണ്ണുക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ സായികൾ തിരിച്ചറിയാം. അടുത്ത എന്താണ്? ഇഖ്റഉൽ ഖുർആൻ. ഖുർആനിൽ സായി വന്ന ചെറിയ വേർഡ്സുകളാണ് ഇവിടെ തന്നത്. അതിൻ്റെ എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കാം. എന്താണ്? സജ്റൻ, സജ്റൻ, റൻ. അപ്പോൾ ഇവിടെ ഫതഹ് തൻവീനാണ്. അപ്പോൾ ഇവിടെ അലിഫും കൂടി വരുമ്പോൾ നമ്മൾ ഒരു വേർഡ്സ് ആക്കി നിർത്തുമ്പോൾ സജ്റ, സജ്റ എന്നാണ് നമ്മൾ പറയുക. ഇവിടെ വഖഫൊക്കെ ആണെങ്കിൽ ഈ അലിഫിലേക്കാണ് നമ്മൾ നിർത്തുക, മനസ്സിലാക്കുക. അടുത്തതാ ജസാഅൻ, ജസാഅൻ. അപ്പോൾ ഇവിടെ തൻവീനിൻ്റെ 2 ഫതഹ് വരണം. ആ ഒരു ഫതഹിനെ നമുക്കിവിടെ മീമാക്കി ഇട്ടിട്ടാണ് ഖുർആനിൽ ഇതിൻ്റെ ബാക്കി വരുന്നത്. എന്താ അറിയോ? ജസാഅം ബിമാ. അപ്പോൾ തൻവീൻ്റെ ശേഷം ബാ വരുമ്പോൾ ഈ തൻവീനെ മീമാക്കിയിട്ടാണ് നമ്മളവിടെ ഉച്ചരിക്കുക. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു മീമ് വന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ തജ്വീദ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസാഅൻ എന്ന് പറയാം. മനസ്സിലായില്ല? അതുപോലെ തന്നെ ഹിസ്ബിം, ഹിസ്ബിം. മനസ്സിലായില്ല? ബിം തൻവീനെ മീമാക്കാണ്, മനസ്സിലാക്കുക. ഹിസ്ബിം. ജസാഅം, ജസാഅം അവസാനത്തിൽ മീമ് വരുന്നു. ഹിസ്ബിം മീമ് വരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ബറസു, ബറസു. സൂന്ന് നീട്ടാതെക്കാനാണ് നമുക്കിവിടെ ഒരു അലിഫും സുക്കൂനും തന്നത്. കൂടുതൽ നീട്ടണ്ട. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം. ബറസു, സൂ എന്ന ഉച്ചാരണമാണല്ലോ നമ്മൾ അലിഫ് സുക്കൂൻ ഇട്ടാൽ. അപ്പോൾ അവിടെ ബറസു അങ്ങനെ നിർത്തുക. അടുത്തതാ തസ്ദരി, തസ്ദരി, തസ്ദരി. തജ്സി, തജ്സി. മനസ്സിലാക്കുക. ജീമിനോട് ചേർത്തിട്ട് ത എഴുതിയ രീതിയൊക്കെ മനസ്സിലാക്കുക. തജ്സി. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്കെന്താ വരുന്നത്? സഹ്റ, ഫ്ലവർ. സഹ്റ, സഹ്റ. ഇവിടെ ഹാത്താ ഉച്ചാരണത്തിൽ വരൂല, സഹ്റത്ത് എന്ന് പറയൂല കേട്ടോ. റ, റ അവസാനത്തിൽ ഹ ആയിട്ടാണ് നിർത്തുക. ഫ്ലവർ. ഇനി ഇവിടെ സായിൻ്റെ കളത്തിൽ നിറം നൽകണം. സായ്. അപ്പോൾ ഇവിടെ സാല്, സായ്. അപ്പോൾ ഇതിൽ നിറം നൽകുക. പിന്നെ ഇവിടെ ജീമ്, സായ്. അപ്പോൾ ഇതിൽ നൽകുക. പിന്നെ റാ, സായ് ഇതിൽ നൽകുക. പിന്നെ സായ് ഇതിൽ നൽകുക. പിന്നെ റാ നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ച എഴുത്ത് രീതി റാ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതിൽ സായിക്ക് മാത്രം നിറം നൽകുക. ഇനി എന്താണ്? നുക്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്തായിരുന്നു? ഈച്ചക്ക് നമ്മൾ എന്തായിരുന്നു പേര് പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? സുബാബ്. സു ദാലിന് പുള്ളിയുള്ള ദാല്, സുബാബ്. അപ്പോൾ ഇവിടെ ദൂന്ന് എഴുതി കൊടുക്കുക. അടുത്തതാ ഒട്ടകം, കാമൽ. എന്തായിരുന്നു? ജമൽ. ജീമ് ഇതിനോട് ചേർത്ത് എഴുതി കൊടുക്കുക. ജമൽ.
ജ. അടുത്തതോ ഹന്നിന് എന്തായിരുന്നു? ദജാജ. ദജാജ. അപ്പോൾ ഇവിടെ ദ എഴുതി കൊടുക്കുക, ദജാജ. അടുത്തത് റദും. റദും റ. അപ്പോൾ ദാലിനോട് ഇവിടെ റ ചേർത്ത് എഴുതൂല. ദജാജ ദാല് ചേർത്ത് എഴുതൂല. ജമൽ ജീമ് ചേർത്ത് എഴുതും. അപ്പോൾ നമുക്ക് ചേർത്ത് എഴുതാം. ദാല് ചേർത്ത് എഴുതൂല. ദുബാബ്. അപ്പോൾ ചേർത്ത് എഴുതുന്നതും എഴുതാത്തതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനിയാ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഇവിടെ ഓർഡറിൽ ഇങ്ങനെ എഴുതി പോരണം. അലിഫ്, ബ, ത, സ, ജീമ്. ജീമ്, ഹ, 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 ഹ. അപ്പോൾ ഓർഡറിൽ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഹ, ദാല്, ദാല്, റാ, സായി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക എല്ലാവരും. അടുത്ത എന്താണ്? ഇവിടെ താഴെ തന്ന അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതണം. ഇവിടെ ചേർത്താണ് തന്നത്. അതൊക്കെ ബ, ജീമ്, റ. ബഹ്റുൻ, ബ, ജീമ്, റ. ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് എടുത്ത് എഴുതുക. അടുത്തതാ തജ്സി, സി. അപ്പോൾ ത, ജീമ്. ജീമൊക്കെ എഴുതുമ്പോൾ ഇതുപോലെ നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങളിലെ ജീമ് എഴുതണം. ചേർത്ത് എഴുതുന്നത് എഴുതരുത്. സായി മനസ്സിലാക്കി എഴുതുക. അടുത്ത സബദുൻ, സായി, ബ, ദാല്. അപ്പോൾ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കണം അതിന് കേട്ടോ. ബ, ഹ്, റുൻ. അപ്പോൾ അതിൻ്റെ ഹർക്കത്തുകൾ അക്ഷരം വേർതിരിച്ച് എഴുതുന്നതിൻ്റെ കൂടെ അതിന് വന്ന ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കുക. ത, ജ്, സി. തജ്സി. സ, ബ, ദുൻ. ദുൻ, ദുൻ ഇങ്ങനെ എഴുതുക അവസാനത്തിൽ. അടുത്തത് ബുർജുൻ, ബു, റ്, ജുൻ. വേർതിരിച്ച് എഴുതി കൊടുക്കുക. അടുത്ത എന്താണ്? ഇവിടെ താഴെ തന്ന അക്ഷരങ്ങളുണ്ട്. ആ, ബ, ദുൻ, ജ്, ദ, റ്, ബുൻ, റുൻ, ഹ, ഹ. ഇത് വെച്ചിട്ട് ഇവിടെ പദങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ ബ, ദ്, റുൻ ഉണ്ടാക്കി. മനസ്സിലായില്ല? ബദ്റുന്ന് തന്നിട്ടുണ്ട്. അതുപോലെ മറ്റു പദങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എന്ത് ചെയ്താ? ആ, ഹ, ദുൻ. ഒന്ന് നമുക്ക് അഹദുൻ എഴുതി കൊടുക്കാം. അടുത്തതാ? അടുത്തത് ബ, ബ, ദ, 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 ബ, ദ, ആ, ബ, ദ, ആ, ബ, ദ, ആ. ഒന്നാമത് എഴുതാ. അടുത്തതാ? വേറെന്ത് എഴുതാ? ഈ ഹ, ഹ, ബ, റുൻ, ഖബറുൻ, ഖബറുൻ. അത് എഴുതി കൊടുക്കാം ഒരു പദം. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. എന്താ? ആ, ജ്, റുൻ, അജ്റുൻ എഴുതാം. പിന്നെ ദർബുൻ, ദർബുൻ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വേർഡ്സുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ അക്ഷരങ്ങൾ കിട്ടിയാൽ നമുക്കിതുപോലെ ഉണ്ടാക്കാൻ കഴിയണം. അപ്പോൾ ഞാനത് സ്ട്രൈറ്റിൽ പിടിച്ച് എഴുതിയത് കൊണ്ടാണ് അക്ഷരം ക്ലിയർ ആവാത്തത്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത ഇനി നസിൽ യോജിച്ചത് ചേർക്കാനാണ്. ഹ, ഹ വെച്ചിട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഹസ്, ഹസ്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സായ്, അപ്പോൾ നമ്മൾ പഠിച്ചത് സഹ്റ,
സഹ്റ ഇതിലേക്ക് മാച്ച് ചെയ്യാം. പിന്നെ റ വെച്ചിട്ട് എന്താ നമ്മൾ പഠിച്ചത്? റദും. അപ്പം അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ എന്താണ്? നൻഷുദ്, ഒരു പാട്ടാണ്. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ? അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. എന്താണ്? പാറിക്കളിക്കുന്ന പൂമ്പാറ്റേ പറഞ്ഞാട്ടെ, മൂളിപ്പറക്കുന്ന തേനീച്ചേ പറഞ്ഞാട്ടെ. അപ്പോൾ അത് പാട്ടിൻ്റെ കൂടെ അക്ഷരങ്ങളും കൂടി പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫതയെ നീട്ടാൻ അലിഫ് സാ, ലമ്മയെ നീട്ടാൻ വാവ് സൂ. അപ്പോൾ പാട്ട് നന്നായി മനസ്സിലാക്കി പാടി പഠിക്കുക. അപ്പോൾ എത്രയാണ് സഹ്റ എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.